2020 കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകം വലിയൊരു സർവനാശത്തിലേക്ക് നീങ്ങുകയാണോ? വരാനിരിക്കുന്ന 2027 ലോകത്തെ സംബന്ധിച്ച് ദുരന്തങ്ങളുടെ വർഷമാകുമെന്നും എന്നാൽ ഭാരതത്തിന് അതൊരു സുവർണകാലമായിരിക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില ജ്യോതിഷ പ്രവചനങ്ങൾ. ഇതൊരു ജ്യോതിഷ പ്രവചനമായതുകൊണ്ട് തന്നെ അക്ഷരം പ്രതി കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ലോകത്തിലെ ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ പ്രവചനങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാനും സാധിക്കില്ല. 2027 പ്രധാനമായും 5 വലിയ മാറ്റങ്ങളാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വൻ യുദ്ധമാണ്. 2027 പകുതിയോടെ ശനി മേടം രാശിയിലേക്ക് മാറുന്ന സമയത്ത് ഇന്ത്യ പാക് അതിർത്തിയിൽ വലിയ സൈനിക സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്നും എന്നാൽ ആ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം മുൻപെങ്ങുമില്ലാത്ത വിധം വൻ വിജയം നേടുമെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ ലോകത്ത് വലിയ സാമ്പത്തിക തകർച്ചയും വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധവും പുതിയൊരു മഹാമാരിയും 2027 ഉണ്ടാകുമെന്നും പ്രവചനമുണ്ട്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ കോടിക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന സിംഹസ്ഥ കുംഭമേളയ്ക്കും ഇതേ വർഷം സാക്ഷ്യം വഹിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും കാരണം ലോകം ഇതിനകം തന്നെ വലിയ സാമ്പത്തിക തകർച്ചയിലാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിഷ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കപ്പുറം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാലും 2027 ഒരു നിർണായക വർഷമാകുമെന്ന് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം രാജ്യത്ത് പട്ടിണി മാറ്റാൻ ഗതിയില്ലാത്ത പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യയോട് ഒരു യുദ്ധത്തിന് മുതിർന്നാൽ അത്ഭുതപ്പെടാനുമില്ല. ഗ്രഹങ്ങളുടെ സ്ഥാനം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകം സാമ്പത്തികമായി എത്ര തകർന്നാലും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പ്രതിരോധവും സുരക്ഷിതമായി തന്നെ ഇരിക്കും. ഇനി പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് വന്നാൽ അവരുടെ അന്ത്യം കുറിക്കുന്ന വർഷമായിരിക്കും 2027. അതും ഉറപ്പിച്ച് തന്നെ പറയാം. ലോകരാജ്യങ്ങൾ തകർന്നടിയുമ്പോഴും സൈനികമായും സാമ്പത്തികമായും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായി മാറുമെന്നത് തെറ്റില്ല എന്ന ഉറപ്പോടെ ഏതൊരു ജ്യോത്സ്യനും കണ്ണടച്ചു പറയാൻ പറ്റുന്ന ഒരു പ്രവചനമാണ്. കാരണം അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.